ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കാണിക്കണം? ദ ലൈൻസ് കാണുമ്പോൾ തന്നെ L1 L2 ലൈൻസിന്റെ ഇക്വേഷൻ ആണല്ലോ അല്ലെ, ശരിയാണോ? L1 L2 ലൈൻസിന്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോ ഈ രണ്ട് ലൈൻസും സ്ക്യൂ ലൈൻസ് എന്ന് കാണിക്കാൻ നമുക്കറിയാം. ഈ രണ്ട് ലൈൻസിനും നോൺ പാരലൽ ആണ്, പാരലൽ അല്ല എന്ന് കാണിക്കണം, ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് കാണിക്കണം. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ക്യൂ ലൈൻസിനാണ്, പ്ലെയിൻ അല്ല, ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ആദ്യം ഇതിനെ ഒരു പ്ലെയിനകത്താക്കുക, L1 ആ പ്ലെയിനെ P1 എന്ന് വിളിക്കുക. ലെറ്റ് L2 P2 എന്ന പ്ലെയിനകത്താക്കുക. ലെറ്റ് P1 ആൻഡ് P2 ഡിനോട്ട് പാരലൽ പ്ലെയിൻസ്. ഡിനോട്ട് ലൈൻസ് സ്ക്യൂ ലൈൻസ് ആണെങ്കിലും ലൈൻസുകൾ തമ്മിൽ പാരലൽ അല്ലെങ്കിലും ഈ ലൈൻസുകൾ കിടക്കുന്ന പ്ലെയിനുകൾ തമ്മിൽ പാരലൽ ആകാമല്ലോ. ലെറ്റ് P1 ആൻഡ് P2 ഡിനോട്ട് പാരലൽ പ്ലെയിൻസ്. Parallel planes containing L1 and L2 containing L1 and L2 respectively. അപ്പോൾ L1 എന്ന ലൈൻ കിടക്കുന്നത് P1 എന്ന പ്ലെയിനിലാണ്, L2 എന്ന ലൈൻ കിടക്കുന്നത് P2 എന്ന പ്ലെയിനിലാണ്, P1 ഉം P2 ഉം തമ്മിൽ പാരലലാണ്. ഇത്രയും കാര്യങ്ങളാണ് എടുക്കേണ്ടത്. P1 എന്ന പ്ലെയിനിലാണ് L1 എന്ന ലൈൻ കിടക്കുന്നത്, P2 എന്ന പ്ലെയിനിലാണ് L2 എന്ന ലൈൻ കിടക്കുന്നത്. P1 ഉം P2 ഉം പാരലൽ കൂടിയാണ്. അങ്ങനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. P1 and P2 not parallel planes containing L1 and L2 respectively. നമുക്ക് L1 നും L2 നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കാതെ. L1 നും L2 നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് പകരം P1 എന്ന പ്ലെയിനും P2 എന്ന പ്ലെയിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലെ. To find the distance D, to find the distance capital D between L1 and L2, we will calculate the distance. We will calculate the distance from a point in P1, from a point in P1 to the plane P2. P1 എന്ന പ്ലെയിനിലെ ഒരു പോയിന്റിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ചതുപോലെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ P2 എന്ന പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. To calculate the distance from a point in P1 to the plane P2. P2 എന്ന പ്ലെയിനിലേക്ക് P1 ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇനി L1 എവിടെ കിടക്കുന്നേ? L1 lies in plane P1. L1 lies in plane P1. We can find a point in P1. We can find a point in P1. We can find a point in P1 by finding a point on the line L1. By finding a point, by finding a point on the line L1. L1 P1 എന്ന പ്ലെയിനിൽ കിടക്കുന്നതുകൊണ്ട് L1 എന്ന ലൈനിലെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാൽ അത് ഇവിടെ തന്നെ കിടക്കുന്ന P1 എന്ന പ്ലെയിനിൽ തന്നെ കിടക്കുന്ന പോയിന്റ് ആവുമല്ലോ. You can find a point in P1 by finding a point on the line L1. ഇനി L1 ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ L1 മൊത്തം ഇക്വേഷൻ നമ്മളെ കിടപ്പുണ്ടല്ലോ. L1 മൊത്തം ഇക്വേഷൻ ഇതാണ്. ഇതല്ലേ L1 എന്നാൽ L1 മൊത്തത്തിലുള്ള ഇക്വേഷൻ. അപ്പോ ഈ ഇവിടെ Tക്ക് എന്ത് കൊടുത്താലും
ആ L1 എന്ന ലൈനിലെ ഒരു പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? We can substitute any convenient value t to the parametric equation of L1. We get a point in L1, that is a point in P1. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ t കൊടുക്കാം. അപ്പോ ഞാൻ ടിക്ക് 0 കൊടുക്കുകയാണ്. put t is equal to 0 in L1, then x എന്താവും? then അതിന്റെ പോയിന്റിന്റെ പേര് q എന്നെടുക്കാം. then q is എന്ത് ചെയ്യാം? L1നെ x is equal to എന്താവും? x is equal to 1 plus 0, 5 plus 0 minus 1. അപ്പൊ 1, 5 minus 1 ആവും അല്ലെ? 1, 5 minus 1. That is q 1, 5 minus 1 is a point in L1. L1 എന്ന് മാത്രമല്ല എവിടുത്തെ പോയിന്റ് കൂടിയാണ്? P1ലെ പോയിന്റ് കൂടിയാണ്. P1 എന്ന പ്ലെയിനിലല്ലേ L1 കിടക്കുന്നത്. ഇനി നമുക്ക് P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ വേണം അല്ലെ? P2 എന്ന പ്ലെയിൻ എന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് എന്താണ്? P2 എന്ന പ്ലെയിൻ ഏതെന്നേ പറയുന്നുള്ളൂ. L2 എന്ന ലൈൻ കിടക്കുന്ന പ്ലെയിൻ ആണ് P2 എന്ന പ്ലെയിൻ. അപ്പൊ P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അടുത്ത് P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താ? ടു ഫൈൻഡ് അടുത്ത സ്റ്റെപ്പില് നമ്മൾ ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് P2. ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ P2. P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. അപ്പൊ P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം L1 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആരാ? the vector and u1 നടക്കുന്നു. u1 is equal to L1 എന്ന ലൈൻ നമ്മൾ കണ്ടല്ലോ. L1 എന്ന ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് 1 plus 4t 5 minus 4t minus 1 plus 5t. ഈ L1 എന്ന ലൈൻ ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഇതിനെ x0 plus 8t y0 plus bt z0 plus ct അല്ലേ? x0 plus 8t y0 plus bt z0 plus ct is a line passing through the point 1, 5, minus 1 and parallel to the vector 4 minus 4i minus 4j plus 5k അല്ലേ? അപ്പൊ L1 ന് പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്ന് വെച്ചാൽ 4i minus 4j plus 5k അല്ലേ? അപ്പോ the vector u1 is equal to 4i minus 4j plus 5k is parallel to the line L1. L1 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ് u1. ഇനി ഈ ലൈൻ പാരലൽ ആയതുകൊണ്ട് L1 എന്ന ലൈനിന് പാരലൽ ആയതുകൊണ്ട് ഈ P1 എന്ന പ്ലെയിനും P2 എന്ന പ്ലെയിനും പാരലൽ. P1 എന്ന പ്ലെയിനിന് ഇത് പാരലൽ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ P2 എന്ന പ്ലെയിനിന് ഇത് പാരലൽ ആയിരിക്കുമല്ലോ. കാരണം P1 ഉം P2 ഉം പാരലൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. P1 എന്ന പ്ലെയിനിലാണ് L1 എന്ന ലൈൻ കിടക്കുന്നത്. അപ്പൊ L1 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ P1 എന്ന പ്ലെയിനിന് പാരലൽ ആയിരിക്കുമല്ലോ. അപ്പോ therefore u1 is also parallel to P1. കാരണം P1 നകത്താണ് L1 കിടക്കണേ. L1 ന് പാരലൽ ആയിട്ടുള്ള വെക്ടർ P1 എന്ന പ്ലെയിനിന് പാരലൽ ആണ്. അതുപോലെ P1 എന്ന പ്ലെയിനിന് പാരലൽ ആണ് P2 എന്ന പ്ലെയിൻ. അപ്പൊ P1 നും u1 എന്ന വെക്ടർ P1 എന്ന പ്ലെയിനിനും പാരലൽ ആണ്, P2 എന്ന പ്ലെയിനിനും പാരലൽ ആണ്.
ഇതേപോലെ L2 എന്ന ലൈൻ കിടക്കുന്നത് P2 എന്ന പ്ലെയിനിലല്ലേ? L2 എന്ന ലൈൻ കിടക്കുന്നത് P2 എന്ന പ്ലെയിനിലാണല്ലോ. L2 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആരാണ്? 8i - 3j + k അല്ലേ? ഇതാരാ? x is equal to 2 plus 8t, y is equal to 4 minus 3t, z is equal to 5 plus t എന്ന് പറയുന്നത് ആരാണ്? 2, 4, 5 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും 8i - 3j plus k എന്ന വെക്ടറിന് പാരലൽ ആയതുമായ ലൈൻ ആണല്ലോ. അപ്പൊ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ 8i - 3j plus k അല്ലേ? അപ്പോ സിമിലർലി u2 is equal to 8i - 3j plus k is parallel to the line L2 and therefore u2 is also parallel to both P1 and P2. അപ്പോ u1 P1 എന്ന പ്ലെയിനിന് പാരലാണ്, u1 എന്ന വെക്ടർ P1 എന്ന പ്ലെയിനും P2 എന്ന പ്ലെയിനും പാരലാണ്, u2 എന്ന വെക്ടർ P1 എന്ന പ്ലെയിനും P2 എന്ന പ്ലെയിനും പാരലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് അങ്ങനെയാണെങ്കിൽ u1 ഉം u2 ഉം ശ്രദ്ധിക്കുക, അത് P1 എന്ന പ്ലെയിൻ, ഇത് പാരലാണ്, ഇത് P2 എന്ന പ്ലെയിൻ, രണ്ടും പാരലാണ്. P2 എന്ന പ്ലെയിൻ, രണ്ട് പ്ലെയിനും പാരലാണ്, കാണുമ്പോൾ പാരലൽ പോലെ തോന്നുന്നുണ്ടല്ലോ. ഇനി u1 എന്ന വെക്ടർ ഇവിടെ കിടപ്പുണ്ട്, u2 എന്ന വെക്ടർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, രണ്ട് വെക്ടേഴ്സും പരസ്പരം പാരലാണ്. ഇനി u1 എന്ന വെക്ടറും u2 എന്ന വെക്ടറിന്റെയും ക്രോസ് എടുക്കുമ്പോൾ അതെന്ത് വരും? ഇവിടെ u1 എന്ന വെക്ടറിന്റെയും u2 എന്ന വെക്ടറിന്റെയും ക്രോസ് എടുക്കുമ്പോൾ നമുക്കറിയാലോ a cross b is a vector perpendicular to both a and b എന്നാണ്. a cross b is a vector perpendicular to both a and b ആണ്. അപ്പോ u1 cross u2 is a vector perpendicular to both p1 and p2. u1 cross u2 നെ n എന്നെടുത്താൽ n എന്ന വെക്ടർ ആർക്കൊക്കെ പെർപെൻഡിക്കുലർ ആണ്? P1 എന്ന വെക്ടറിനും u1 നും പെർപെൻഡിക്കുലർ ആണ്, u2 നും പെർപെൻഡിക്കുലർ ആണ്. ആരെ? n എന്ന വെക്ടർ. u1 cross u2 എന്ന വെക്ടർ u1 എന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്, u2 എന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്. ഇതെല്ലാം P1 നും P2 നും പാരലൽ ആയതുകൊണ്ട് n എന്ന വെക്ടർ ആർക്ക് നോർമൽ ആണ്? P1 എന്ന വെക്ടറിനും നോർമൽ ആണ്, P2 എന്ന വെക്ടറിനും നോർമൽ ആണ്. n എന്ന വെക്ടർ P1 എന്ന വെക്ടറിനും P2 എന്ന വെക്ടറിനും നോർമൽ ആണ് അല്ലെ? അപ്പോൾ ഞാൻ n എടുക്കുന്നത് എങ്ങനെയാണ്? ലെറ്റ് n is equal to u1 cross u2. u1 cross u2 കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ? i j k. u1 ആരാ? 4 minus 4 5. u2 ആരാ? 8 minus 3 1. ക്രോസ് എടുക്കുമ്പോൾ എന്ത് വരിക? വരും? -4 plus 15 11 ആയി. അടുത്തോ 4 minus 40 ഇല്ല, മൈനസ് വരൂല, അപ്പൊ +36j. അടുത്തോ 4 minus അടുത്ത് 12 അല്ലെ, -12 മൈനസ് പ്ലസ് ആവും 32, എന്താവും? 20 plus 20k. അപ്പോൾ n is a vector normal to both u1 and u2. u1 ഉം u2 ഉം P1 നും P2 നും പാരലൽ ആയതുകൊണ്ട് and n is also normal to both the planes P1 and P2. Normal to the planes P1 and P2.
അപ്പൊ നമുക്കിപ്പോ ആരുടെ ഇക്വേഷനാ വേണ്ടേ? നമുക്ക് വേണ്ടത് എവിടെ നിന്നാ തുടങ്ങിയേ? നമ്മള് P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ അല്ലേ വേണ്ടേ? P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ വേണം. P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷന് വേണ്ടിയിട്ട് P2 എന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടി. P2 എന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടി ആണല്ലോ. ഇനി P2 എന്ന പ്ലെയിനിലെ ഒരു പോയിന്റ് വേണം. P2 എന്ന പ്ലെയിനിലെ ഒരു പോയിന്റ് വേണമെങ്കിൽ P2 എന്ന പ്ലെയിനിലല്ലേ L2 എന്ന ലൈൻ കിടക്കുന്നത്? P2 എന്ന പ്ലെയിനിലാണല്ലോ L2 എന്ന ലൈൻ കിടക്കുന്നത് അല്ലെ? L2 ഒരു പോയിന്റ് P2 ഒരു പോയിന്റ് ആയിരിക്കുമല്ലോ. L2 ഒരു പോയിന്റ് ആരാ? അല്ലെ? Since L2 lies in the plane P2, so puts t is equal to 0 in L2, then അവിടെ x എന്താവും? 2 plus 0, y is equal to 4, z is equal to 5 അല്ലെ? 2, 4, 5 is a point in the line L2, is a point on the line L2, point in the line L2, and hence ഇപ്പൊ ഞാൻ ക്യൂ ഞാൻ നേരത്തെ ഒരു ക്യൂ എടുത്തല്ലോ, ഇതിന് വേറെ ഒരു പേര് കൊടുക്കാം. നേരത്തെ ഒരു പോയിന്റ് എടുത്തല്ലോ നമ്മളിവിടെ, ഇതിനെ ക്യൂ ആണെന്ന് വിളിക്കാം. അപ്പോ and hence Q2 ആരാ? 2, 4, 5 is a point in the plane L2. L2 എന്ന പ്ലെയിനിലെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇൻ ദ പ്ലെയിൻ P2 അല്ലേ, L2 അല്ലല്ലോ. P2 എന്ന പ്ലെയിനിലെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ P2 എന്ന പ്ലെയിനിലെ ഒരു പോയിന്റ് Q2 കിട്ടി. P2 എന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ n ഉണ്ട്. അപ്പോ ഇക്വേഷൻ ഓഫ് P2 എന്തായിരിക്കും? Thus equation of P2 is എന്താ പറയാ? Equation of plane passing through Q2, 2, 4, 5 and normal to the vector normal to the vector n അല്ലെ? n എഴുതിയിട്ടുണ്ടല്ലോ. 11i plus 36j plus 20k, 11i plus 36j plus 20k അല്ലെ? അപ്പോ Q2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതും n എന്ന വെക്ടറിന് നോർമലുമായിട്ടുള്ള ഇക്വേഷൻ എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താ? ഈസ് 11 into x minus 2 plus 36 into y minus 4 plus 20 into z minus 5 is equal to 0. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലോ 11x അല്ലെ പ്ലസ് 36y പ്ലസ് 20z minus 22 minus 144 minus 100 is equal to 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11x plus 36y plus 20z 1, 2, 6 അല്ലെ is equal to 0. So this is the equation of the plane P2. Is the equation of plane P2. അപ്പൊ P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്ക് വേണ്ടത് എന്താ? P2 എന്ന പ്ലെയിനിന്റെ നമുക്കിവിടെ നേരത്തെ എഴുതി കാര്യം വ്യക്തമായിട്ട് എഴുതി അല്ലേ? അപ്പൊ ഈ P1 എന്ന L1 എന്ന ലൈനിൽ ഒരു പോയിന്റ് Q1 കിടപ്പുണ്ട്. ആ Q1 ൽ നിന്ന് P2 ലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? The distance
the distance between the given two skew lines വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. is equal to the distance between the given two skew lines is equal to the distance from q1 ആരാ distance between the point q1 ആരാ 1 5 minus 1 and the plane ആരാ 11x plus 36y plus 20z minus 266 is equal to 0. This is equal to modulus of 11 into 1 plus 36 into 5 plus 20 into minus 1 minus 266 divided by root of 11 square plus 36 square plus 20 square is equal to simplify 11 plus 180 minus 20 minus 266 by root of 121 plus 36 square എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക 20 സ്ക്വയർ 121 അപ്പോൾ 36 സ്ക്വയർ എന്താ വരിക 121 36ന്റെ സ്ക്വയർ എത്രയാ 36ന്റെ സ്ക്വയർ ഓക്കെ പ്ലസ് ഇതല്ലേ സോ ദിസ് ഈസ് ഈക്വൽ ടു മകളിൽ എന്താ വരിക -95 ഡിവൈഡഡ് ബൈ താഴെ 1817 so this is equal to 95 divided by root of 1817. This is the distance between two given skew lines. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് രണ്ട് സ്ക്യൂ ലൈൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുക ഒരു ആദ്യം എന്ത് ചെയ്യുക ലെറ്റ് P1 P2 be two parallel planes containing L1 and L2 എടുക്കുക അല്ലെ P1 എന്ന പ്ലെയിന് L1 എന്ന ലൈൻ കിടക്കുന്നുണ്ട് P2 എന്ന പ്ലെയിനില് L2 എന്ന ലൈൻ കിടപ്പുണ്ട് അങ്ങനെ എടുക്കാം സ്റ്റെപ്പ് 2 എന്ത് ചെയ്യാം put t is equal to 0 in L1 then we get Q1 be a point in L1 that is P1 ൽ ഒരു പോയിന്റ് ആണ് അല്ലേ ഇനി എന്ത് ചെയ്യാ അടുത്ത പ്ലെയിനിലെ ഒരു പോയിന്റ് ആയി അല്ലെ L1 എന്ന ലൈനിൽ ഒരു പോയിന്റ് ആയി L2 എന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ L2 കിടക്കുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലെ to find the equation of plane L2 അതാണ് അടുത്ത സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൽ എന്തൊക്കെ ചെയ്യണം L2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അവിടെ എന്തൊക്കെ ചെയ്യണം ഒന്ന് എന്ത് ചെയ്യണം
ഫസ്റ്റ് എന്ത് ചെയ്യുക, L1 എന്ന ലൈനിന് നോർമലായിട്ട് പാരലൽ ആയിട്ടുള്ള വെക്ടർ, L2 എന്ന ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ എടുക്കുക അല്ലെ. ലെറ്റ് U1 be a vector parallel to L1. 2, let U2 be a vector parallel to L2. പിന്നെയോ 3, n is equal to U1 cross U2 be normal to both U1 and U2. That means normal to the plane P2. To find the equation of the plane P2 അല്ലെ, P2 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പണിയാണ്. P2 എന്ന പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള വെക്ടർ U1 cos U2 കണ്ടുപിടിച്ചു. പിന്നെ ഒരു പോയിന്റ് കൂടിയാണ്, എന്താ, P2 എന്ന പ്ലെയിനിലെ എന്ത് വേണം, ഒരു പോയിന്റ് വേണം. അതിനെന്ത് ചെയ്താൽ മതി, put t is equal to 0 in L2 അല്ലെ. Then we get Q2 is a point in P2 അല്ലെങ്കിൽ മീൻസ് L2 ആണ് അല്ലെ, L2 ആണ്, P2 ആണ്. P2 കിടക്കുന്നത് P2 എന്ന പ്ലെയിനകത്തല്ലേ L2 കിടക്കാൻ. അപ്പോ P2 എന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ അറിയാം. ഇനി അടുത്ത 4ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 4ൽ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല അല്ലെ. using distance formula between ഏതൊക്കെ, between Q1 എന്ന പോയിന്റ് ആൻഡ് P2 എന്ന പ്ലെയിൻ. P2 എന്ന പ്ലെയിനിലും Q1 എന്ന പോയിന്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ, വളരെ പ്രധാനമാണ്. ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്.